6 വയസ്സിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും കവിതാ സമാഹാരങ്ങൾ പുറത്തിറക്കി വേൾഡ് റെക്കോർഡിന് അർഹയായ തപസ്യയുടെ പുതിയ പുസ്തകം പ്രകാശനത്തിനായി ഒരുങ്ങി. ബ്രഹ്മകുളം നീതായനത്തിൽ സുനീഷ് നീതു ദമ്പതികളുടെ മകളായ തപസ്യ എഴുതിയ മലയാളം കവിതകളുടെ സമാഹാരം ഞായറാഴ്ച പ്രകാശനം ചെയ്യും. തപസ്യയുടെ കുഞ്ഞു മനസ്സിൽ വിരിയുന്ന ഭാവനകൾ മനോഹരങ്ങളായ കവിതകളായി പിറവിയെടുത്തത് ചേർത്ത് ഓലപ്പമ്പരം എന്ന പേരിലാണ് മൂന്നാമത്തെ പുസ്തകം പുറത്തിറക്കുന്നത്. കവി ആലങ്കോട് ലീലാകൃഷ്ണന്റെ അവതാരികയും ബാലസാഹിത്യകാരൻ ശ്രീജിത്ത് മൂത്തേടത്തിന്റെ ആസ്വാദനക്കുറിപ്പുമായി തയ്യാറാക്കിയ ഓലപ്പമ്പരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കേരള സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടക്കുന്ന ചടങ്ങിലാണ് പ്രകാശനം ചെയ്യുന്നത്. ചിത്രകാരനായ ആർട്ടിസ്റ്റ് നന്ദൻ പിള്ള പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കും. എഴുത്തുകാരി സുനിത സുകുമാരൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം സന ബാബു മുഖ്യാതിഥിയാകും. കവി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് പുസ്തക പരിചയം നടത്തും. ബ്രഹ്മകുളം ഗോകുലം സ്കൂളിൽ ഈ വർഷം 4ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന ആമി എന്ന് വിളിക്കുന്ന തപസ്യയുടെ ആദ്യ 2 പുസ്തകങ്ങൾ 2 വർഷം മുൻപാണ് പ്രകാശനം ചെയ്തത്. വർണ്ണജാലകം എന്ന പേരിൽ മലയാളത്തിലും മൈ മാജിക് പെൻസിൽ എന്ന പേരിൽ ഇംഗ്ലീഷിലുമായിരുന്നു എഴുത്തിന്റെ ലോകത്തേക്കുള്ള ആമിയുടെ വരവറിയിച്ച കൃതികൾ. ചെറിയ പ്രായത്തിൽ തന്നെ 2 ഭാഷകളിൽ പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചതിന് വേൾഡ് റെക്കോർഡിന് അർഹയാവുകയും ചെയ്തിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കി. പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്നവയാണ് ആമിയുടെ കവിതകൾ. കിളികളും പൂക്കളും മരങ്ങളും ചിത്രശലഭവും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് വഴിയുണ്ടാകുന്ന ദുരന്തങ്ങളും ആമിയുടെ ഭാവനയിൽ നിന്ന് കവിതയായി പെയ്തിറങ്ങിയിട്ടുണ്ട്. കവിത മനസ്സിൽ വന്ന് നിറയുമ്പോൾ ആമി അത് അമ്മ നീതുവിനോടും അമ്മമ്മ മീരയോടും പറയും. അവരാണ് കവിതകൾ പകർത്തി എഴുതുന്നത്. പല സമയങ്ങളിലായി പിറവിയെടുത്ത 36 കുഞ്ഞു കവിതകളാണ് ഓലപ്പമ്പരം എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.